രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്തത സഹചാരിയും ഉത്തമ ശിഷ്യനുമായിട്ടുള്ള ഫെനി നയനാൻ, അത് അദ്ദേഹം ചില കേസുകളിൽ പേരുകൾ റെഫർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ന് ചില വാട്സപ്പ് ചാറ്റുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ പുറത്തേക്ക് വിട്ടതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. കാരണം ഈ അതിജീവിതയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്ന് പരാതി കൊടുത്തിട്ടുള്ള ഈ പെൺകുട്ടി എന്തിനാണ് പിന്നെ 2025 രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ നിരവധി തവണ ശ്രമിച്ചത് എന്നുള്ളതാണ്. ബലാത്സംഗം ചെയ്യപ്പെട്ടു, അത് നിയമപരമായി നിലനിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇതുവരെയുള്ള പീഡന കേസുകളിലൊന്നും തന്നെ ഇതുപോലെ വേട്ടക്കാർ കൃത്യമായി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കാര്യമൊക്കെ നമ്മുടെ ജനത്തിന് സാമാന്യ ബോധത്തോടുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ ഈ പെൺകുട്ടി നിരവധി തവണ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എനിക്കൊന്ന് കാണണം, 2-3 മണിക്കൂർ ഇരുന്ന് സംസാരിക്കണം, അത് വണ്ടിയിൽ ഒരു കാറിൽ ഡ്രൈവ് പോയാലും മതി, അല്ലെങ്കിൽ ഫ്ലാറ്റിലായിരിക്കും എനിക്ക് സൗകര്യം. അപ്പോൾ ഓഫീസിൽ വരാൻ പറയുമ്പോൾ ഓഫീസിലല്ല, എനിക്ക് കുറച്ചുകൂടി സൗകര്യം ഫ്ലാറ്റായിരിക്കും, കാരണം അവിടെ ഒരു പ്രൈവസി ഉണ്ടാവുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും പരിപാടിയുണ്ട് ഇതാണെന്നൊക്കെ പറഞ്ഞ് പൊയ്ക്കളയരുത് എന്നൊക്കെ കൂടി ആ പെൺകുട്ടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാമാന്യ ബോധമുള്ള കേരളത്തിലെ എല്ലാ ആളുകൾക്കും മനസ്സിലായൊരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് 10,000 രൂപയുടെ വാച്ച് വാങ്ങിച്ച് കയ്യിൽ കെട്ടുകയും 10,000 രൂപയുടെ ഷൂ വാങ്ങിക്കാൻ വേണ്ടി കാശ് മേടിക്കുകയും പിന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ എനിക്ക് വിശക്കുന്നു അതുകൊണ്ട് കാശിട്ട് തരണമെന്ന് പറഞ്ഞ് 10,000 രൂപ മേടിക്കുകയും അതിനുശേഷം നിരവധി തവണ ഇതുപോലെയുള്ള പണം മേടിക്കുകയും 1.25 കോടി രൂപയുടെ ഫ്ലാറ്റ് മേടിക്കാൻ പണമില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നൈസായിട്ട് ഒഴിവാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള ഫെനി നയനാൻ ഞങ്ങൾ പലവട്ടം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. പിന്നീടും എന്തിനാണ് ഇത് 2025 കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വളരെ ഇത്തരത്തിൽ പലതവണ പണം മേടിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി ആ പണമൊക്കെ തിരിച്ചു കൊടുക്കാതെ പോലും അതിനെ എങ്ങനെ വളരെ ക്ലീനായി ഒഴിവാക്കാമെന്ന് ഒരു MLA വിചാരിച്ചിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഈ MLA മാർക്ക് വേണ്ടിയിട്ട് ഒരു PAയും അതുപോലെയുള്ള ആളുകളുടെയും ഒക്കെ ശമ്പളം അടക്കം ഗവൺമെൻറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നതാണോ ഈ ഫെനി നയനാനെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്തരത്തിൽ ശമ്പളം കൊടുക്കുകയും വലിയ സൗകര്യങ്ങളും പണവും ഒക്കെ നമ്മുടെയും എൻ്റെയും നിങ്ങളുടെയൊക്കെ കാശിൽ നിന്ന് എടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കാശിൽ നിന്ന് എടുക്കുന്ന ആളുകളുടെ ജോലി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ PV അൻവറൊക്കെ MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് പോലും ഒരു 4-5 പേരെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ അതുപോലെ ഈ മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാനും 2 ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാരുടെ ഏതാണ്ട് കൃത്യമായിട്ട് അവർക്കുള്ള ആവശ്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഒരു MLA ഓഫീസ് തുറക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പണം കൊടുക്കുന്നത്. പക്ഷേ അവരുടെയൊക്കെ ജോലി എന്തായിരുന്നു എന്നുള്ളത് കൂടിയാണ് നമുക്ക് ഇതിലൂടെ വെളിവാകുന്നൊരു കാര്യം. അപ്പോൾ അത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് സാധാരണ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലൊക്കെ ഒരാൾ ഏർപ്പെടുമ്പോൾ അദ്ദേഹം മറ്റുള്ള ആളുകളെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്താനോ അവരുമായി ഇതിലൊരു കണക്ഷൻ ഉണ്ടാകാതിരിക്കാനോ ഒക്കെ ശ്രദ്ധിക്കുകയും ഇത് കഴിയുന്നത്ര ആരും തന്നെ അറിയിക്കാതിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് സ്വന്തം ഈ പറഞ്ഞ പോലെ കൂടെ നടന്ന ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന ഫെനി നയനെ പോലെയുള്ള ആളുകളെ അടക്കം മാനേജ് ചെയ്യാൻ, ഇത്തരം കാര്യങ്ങൾ കൂടി മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇത് 1 കേസല്ല 2 കേസല്ല 3, 4, 5 കേസുകൾ ഉണ്ടാവുകയും ഇതെല്ലാം തന്നെ മിടുക്കാണെന്ന് കരുതുന്ന ഒരു സംഘത്തെ തന്നെ സൃഷ്ടിക്കുകയും അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഈ പറയുന്ന പോലെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും അവരെയൊക്കെ ഉപയോഗിച്ച് പോലും മാനേജ് ചെയ്യാവുന്ന ഒരു വലിയ ഗ്രൂപ്പിനെ തന്നെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വെളിവാകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജുകളെല്ലാം കൃത്യമായി വായിച്ചു നോക്കുന്ന സാമാന്യ ബോധമുള്ള, അരിയാഹാരം കഴിക്കുന്ന, ഇനിയും ഗോതമ്പ് കഴിച്ചാലും മൂക്ക് താഴോട്ടുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഓഫീസുകളും അതുപോലെ തന്നെ ഇവൻ്റെ സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം തന്നെ വിനിയോഗിക്കപ്പെട്ടതെന്നും അവരിലെല്ലാവരും തന്നെ ഇതിനൊക്കെ കൂട്ടുനിൽക്കുകയായിരുന്നു എന്നും ഇതൊന്നും ശരിയല്ല, നമ്മളൊരു MLA ആണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, അത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ടതാണ്, കാരണം അതിനിടയിൽ ഇതിനൊന്നും സമയം കിട്ടാത്തതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സമയം മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമയം മാത്രമല്ല, പകരം ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ കൂടി, അതായത് സ്വന്തം സ്റ്റാഫുകളെ കൂടി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ കൂടിയാണ് യഥാർത്ഥത്തിൽ ഫെനി നയനാൻ പുറത്തേക്ക് വിട്ടത്. യഥാർത്ഥത്തിൽ ഇത് മലർന്ന് കിടന്ന് തുപ്പുന്ന പണിയായിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കളുടെ ഈ പറയുന്ന പോലെ കൂട്ടത്തിലുള്ള നിരവധി ആളുകൾ, അതിപ്പോൾ ഈ പറയുന്ന പോലെ കുഞ്ഞമ്മമാരാണെങ്കിലും കുഞ്ഞച്ചന്മാരാണെങ്കിലും ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ, ഈ പറയുന്ന പോലെ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ചില ഉദ്ദണ്ഡന്മാരൊക്കെ ആണെങ്കിലും അവരെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ മറ്റ് അതിജീവിതകളെയും ഇരകളെയും ഒക്കെ തന്നെ അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തുകയും പ്രൊവോക്ക് ചെയ്യുകയും അവരെ അപമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി പ്രൊവോക്ഡ് ആവുകയും നിരവധി പരാതികൾ കൂടുതലും വരാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിൽ കൂടെ നിൽക്കുന്ന ആളുകൾ ഇതുപോലെ തന്നെ
അതിജീവിതകളോട് വാശിയോടുകൂടി അവരുടെ ജീവിതം തകർക്കാനും അവരെ ഈ പറയുന്ന പോലെ സമൂഹ മധ്യത്തിൽ ടാർണിഷ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അവർ ഈ പറയുന്ന പോലെ രണ്ടും കൽപ്പിച്ച് ഈ പഴിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ലാസ്റ്റ് പെടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടിയുടെ ഭർത്താവ് വന്നൊരു പരാതി കൊടുക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും പെടും. കാരണം ഉറപ്പായും പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ലീഗൽ എക്സ്പെർട്ടുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലും സമ്മതിച്ചിട്ടുണ്ട്, ഈ പെൺകുട്ടിയും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്വന്തം ഭാര്യയുമായിട്ട് ഇത്തരത്തിൽ ഇല്ലിസിറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരാളെ സ്വാഭാവികമായിട്ടും നിയമത്തിൻ്റെ കണ്ണിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായി ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊരു ബെയിലബിൾ ഒഫൻസാണ്. പക്ഷേ എങ്കിൽ പോലും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ടെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടി ഇപ്പം യഥാർത്ഥത്തിൽ പെട്ടിരിക്കുന്ന കെണിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിയെടുക്കാമെന്നുള്ള വഴിയല്ല അവർ നോക്കുന്നത്. അവർ കൂടുതൽ കെണിയിലേക്കും ഈ പറഞ്ഞ കൂടുതൽ ഗർത്തത്തിലേക്കും ചവിട്ടിത്താഴ്ത്തുന്ന പണിയാണ് ഫെനി നയനാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വായിച്ചു നോക്കിയാൽ ആർക്കും തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം, ആ സ്ത്രീക്ക് വളരെ സിൻസിയറായിട്ടുള്ള ഒരു അഫെയർ ഉണ്ടായിരുന്നെന്നും ഒരു ബന്ധമുണ്ടായിരുന്നെന്നും അതുകൊണ്ട് അത് കാണണമെന്നും അത് ഈ ബന്ധം നിലനിർത്താൻ ശ്രമിച്ചു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും തോന്നും. നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ അതാണ് ഈ പറയുന്നത് വായിച്ചു നോക്കിയാൽ നമുക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇത് യഥാർത്ഥത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയാണ് ഫെനി നയനാൻ കാണിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി.